ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജാസ് വേൾഡ്. അപ്പോൾ ഇത് ന്യൂബീന നഴ്സറി ആൻഡ് ഗാർഡൻസ് ചാനലിൻ്റെ പേര് പോലെ തന്നെ എൻ്റെ ലോകം. റമദാൻ പ്രമാണിച്ച് നമ്മുടെ നഴ്സറി ടൈമിംഗ് ഇപ്പോൾ 8 to 6 ആണ്. ഇപ്പോൾ രാവിലെ തന്നെ വന്നു, നമ്മുടെ നഴ്സറി ഓഫീസൊക്കെ തുറന്നു. നമുക്ക് രാവിലെ 2 വണ്ടിയിലായിട്ട് നമ്മുടെ ചേച്ചിമാരെ കൊണ്ടുവരും. അപ്പോൾ ഫസ്റ്റ് വണ്ടിയിൽ ചേച്ചിമാർ ഇത് 8 മണിക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അവർ നല്ല ചിരിച്ച് വീഡിയോ ഒക്കെ പോസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പോവുകയാണ്. നമ്മുടെ നഴ്സറിയിൽ രാവിലെ എത്തുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ ഈ പ്ലാന്റ്സ് ഒക്കെ കാണുമ്പോഴേ അതൊരു വല്ലാത്തൊരു ഫീലാണ്. എന്ത് ഭംഗിയാണെന്നറിയാമോ രാവിലെ വന്നിങ്ങനെ ചെടികളൊക്കെ കാണാൻ. ഒരു വല്ലാത്തൊരു മനസ്സുഖമാണ് അത് തരുന്നത്. രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ലോഡ് എത്തിയിട്ടുണ്ട്. കുറച്ച് ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സ്, ആൽപീരിയ, വാക്കിംഗ് ഐറിസ്, പ്ലംബാഗോ അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ്. ഇത് നമ്മുടെ വേറൊരു സെക്ഷനിലാണ് ഇത് അൺലോഡ് ചെയ്യുന്നത്. ഇനി വേണ്ടി ഒരു കസ്റ്റമർ എത്തിയിട്ടുണ്ട്. കസ്റ്റമറിന് നമ്മുടെ അരിമത്തത പ്ലാന്റ്സ് ഒക്കെ ലിസ്റ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഏതാ ഈ ചെടി എന്നറിയാമോ? ഇതാണ് ഹെലിക്കോണിയ വെറൈറ്റിയിൽ പെടുന്ന സെന്റ് വിൻസെന്റ് റെഡ്. ലാൻഡ്സ്കേപ്പിനൊക്കെ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള റെഡ് കളർ ഫ്ലവർ ആണ് ഈ സെന്റ് വിൻസെന്റ് റെഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതേ സമയം ഇന്നത്തെ ദിവസം നമ്മുടെ നഴ്സറിയിൽ ഒരു പൂനെ ലോഡിങ് കൂടി നടക്കുന്നുണ്ട്. ദേ ഈ വലിയ വണ്ടി ഫില്ലാക്കി വിടണം. രാവിലെ തുടങ്ങി വൈകുന്നേരം 6 മണി, 6:30 അല്ലെങ്കിൽ 7, ചിലപ്പോൾ അത് 7:30, 8 മണി അങ്ങനെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ടാസ്ക്കാണ് നമ്മുടെ ഈ ഇൻഡർസ്റ്റേറ്റ് ലോഡിങ്. ഇത് ഒരു കസ്റ്റമർ പ്ലാൻസ് ഒക്കെ എടുത്ത് പോവുകയാണ്. അവരുടെ ലോഡിങ് കാണിക്കാൻ പറ്റിയില്ല. ഈ കാണുന്നതാണ് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ സെക്ഷൻ. അപ്പോൾ രണ്ടുപേര് അവിടത്തേക്ക് ഇതേ ചെടിയൊക്കെ ഇങ്ങനെ കുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രൊഡക്ഷൻ സെക്ഷനിൽ ഫുള്ള് ഡ്രസീന വെറൈറ്റീസ് ആണ്. ഡ്രസീന വെറൈറ്റീസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെയാണ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. നമ്മുടെ ലോഡിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സ് ഇവിടെ നിന്നാണ് ലിസ്റ്റ് ചെയ്ത് കൗണ്ട് ചെയ്ത് ട്രേയിലേക്ക് ആക്കി പിന്നെ ഇവിടെ നിന്ന് മുകളിലോട്ട് കൊണ്ടുപോയി നമ്മൾ ലോഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് ട്രെയിലാക്കി കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതേപോലുള്ള പ്ലാന്റ്സിന് നമുക്ക് കുറച്ച് പാക്കിംഗ് ഉണ്ട്. ഇത് വിക്ടോറിയ വൈറ്റ് എന്ന പ്ലാന്റ് 500 ചെടിയുണ്ട്. അപ്പോൾ 500 ചെടി കൗണ്ട് ചെയ്ത് ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ പാക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഇതിൻ്റെ അവർക്ക് കുറച്ച് കുറച്ച് സഹായം എണ്ണി ക്രേറ്റിലോട്ടാക്കി കൗണ്ട് ചെയ്ത് തിട്ടപ്പെടുത്തി. നമുക്ക് എണ്ണം കുറഞ്ഞു പോകാൻ പാടില്ലല്ലോ ലോഡ് ചെയ്യുമ്പോൾ. അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇവരെ കൂടെ നിന്ന് അവരോട് സംസാരിച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു സഹായങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അവർക്കും ഒരു സന്തോഷം, അത് നമുക്കും ഒരു സന്തോഷം. അത്രയേ ഉള്ളൂ. ലോഡിന്റെ സമയത്ത് നമ്മളും കൂടി ഹെൽപ്പ് ചെയ്താലേ ഈ പ്ലാന്റ്സ് ഒക്കെ കുറച്ച് പെട്ടെന്ന് വണ്ടിയിലോട്ട് ലോഡ് ആവത്തുള്ളൂ. അതാണ്. അപ്പോൾ വേണ്ട ചെടികളെല്ലാം കൗണ്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് ഡ്രസീന കൊളറോമ എന്ന് പറയുന്ന ചെടി. ഇത് ഇങ്ങനെ കൗണ്ട് ചെയ്ത് ക്രേറ്റിലൊക്കെ ആക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതും ലോഡിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ് ആണ്. അങ്ങനെ നമ്മുടെ ആ സെക്ഷനിൽ നിന്നും ഞാൻ ഇങ്ങനെ അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. നല്ല വെയിലുണ്ട്. ഭയങ്കര ചൂടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ നടന്നു പോകുന്നത്. അടുത്ത സെക്ഷനിലോട്ട് ജോലി എന്തായി എന്നറിയാനായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. നമുക്കിപ്പോൾ അടുത്ത സെക്ഷൻ കാണാം. അവിടെയും പാക്കിംഗ് നടക്കുവാണ്. ഇത് പെട്ര. നമ്മുടെ ലേഡീസ് എല്ലാവരും, ഒട്ടുമിക്ക എല്ലാവരും തന്നെ പാക്കിങ്ങിന് കൂടിയിട്ടുണ്ട്. എല്ലാവരും കൂടി തകൃതിയാ പാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് 3:30 മുമ്പ് ലോഡിങ് ഫിനിഷ് ആക്കാൻ പറ്റുള്ളൂ. ലേഡീസിന്റെ എല്ലാവരുടെയും ടൈം നമ്മൾ 8 to 3:30 ആണ് റമദാൻ പ്രമാണിച്ചാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് തകൃതിയാ പാക്ക് ചെയ്യണം. ഇത് 2500 പെട്ര നമുക്ക് പാക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. പാക്ക് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ചെടികൾ പോട്ടിലാണ് നമ്മുടെ പെട്ര വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അട്ടിയാക്കുന്ന സമയം ലീഫിനൊന്നും ഡാമേജ് വരാതിരിക്കണമെങ്കിൽ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പാക്കിങ് ചെയ്യുന്നത്. അപ്പോൾ അതവർ വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മുടെ ക്വാറന്റീനിൽ വെക്കുന്ന ചെടിയിൽ നിന്നും ചെടി സെലക്ട് ചെയ്തത് ഒരു ചെടി സെലക്ട് ചെയ്യാണ്. ചെടി ഇങ്ങനെ സെലക്ട് ചെയ്ത് എണ്ണമെടുത്ത് ക്രേറ്റിലാക്കി ആ ചെടി കൊണ്ടുവന്ന് പാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ ഈ സെലക്ഷൻ വലിയൊരു ടാസ്ക് ആണ്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ക്വാറന്റൈനിൽ പെട്ര ഇടുമ്പോൾ എല്ലാ ചെടികൾക്കും വേര് വന്നിട്ടുണ്ടാവില്ല. ചെടികൾക്ക് അഴുകല് സംഭവിക്കാം.
അപ്പോൾ അതെല്ലാം നോക്കി കൃത്യമായി അവർ സെലക്ട് ചെയ്ത് ട്രെയിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ട്രെയിലാക്കി വെച്ചിരിക്കുന്ന ചെടിയെ നമ്മൾ പാക്ക് ചെയ്യുന്ന സെക്ഷനിലേക്ക് ചേച്ചിമാർ കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നാണ് അപ്പോൾ അവർ പാക്ക് ചെയ്യുന്നത്. വളരെ ഉത്സാഹത്തോടെയാണ് അവരെല്ലാ ജോലികളും ചെയ്യുന്നത്. ഒരു എന്താണ് ടീം വർക്ക് തന്നെയാണ് നഴ്സറിയിലെ ലോഡിങ്. ഇത് ക്വാറന്റൈനിൽ വെച്ചിരിക്കുന്ന പെട്ര പ്ലാന്റ് രാവിലെ നമ്മുടെ കൂട് തുറന്നിടും. അപ്പോൾ ഇതിന് നനയ്ക്കണം, നനച്ച് കൂടടയ്ക്കും. അപ്പോൾ ചേച്ചി നനയ്ക്കുവാണ്. നമ്മുടെ ഓരോരോ സെക്ഷനും ഓരോരോ ആൾക്കാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പെട്ര ക്വാറന്റൈൻ്റെ ഭാഗം നോക്കുന്നത് ഒരാളാണ്. മറ്റ് നമ്മൾ കണ്ട ഇപ്പോൾ പ്രൊഡക്ഷൻ സെക്ഷനിലെ പ്ലാന്റ്സ് അത് നോക്കുന്നത് വേറൊരാൾ. അങ്ങനെ ഓരോ സെക്ഷനും ഓരോരുത്തർക്കായിട്ട് നമ്മൾ പങ്കുവെച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോ സെക്ഷനും അതേ കൃത്യതയോട് തന്നെ അവർ നോക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ പെട്ര പാക്കിംഗ് ഏതാണ്ട് തീരാറായിട്ടുണ്ട്. 2200ഓളം ചെടികൾ ഇവരിവിടെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് ചെടി മാത്രമേ പാക്ക് ചെയ്യാനായിട്ടുള്ളൂ. നമ്മുടെ പാക്ക് ചെയ്ത് വെച്ച ചെടികളെ കൗണ്ട് ചെയ്ത് ട്രെയിലാക്കി നമ്മുടെ ചെറിയ പിക്കപ്പിലോട്ട് ആക്കിയിട്ട് ഇനി മുകളിൽ കൊണ്ടുപോയി നമ്മൾ നേരത്തെ കണ്ട വലിയ വണ്ടിയിൽ ലോഡ് ചെയ്യണം. ഇതേ സമയം നല്ലൊരു മഴ പെയ്യാണ്. ശരിക്കും മഴ പെയ്താണ്ട നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. ഈ വേനൽ സമയത്തെ വെള്ളത്തിന്റെ കാര്യത്തിൽ ഒത്തിരി മുട്ടാണ്. അപ്പോൾ മഴ പെയ്താൽ 2 ദിവസം നനയ്ക്കണ്ട. അപ്പോൾ അത് വലിയൊരു ആശ്വാസമാണ്. ലോഡിങ് ചാലുവായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ ഈ ലോഡിങ്ങിൻ്റെയൊക്കെ സമയത്ത് ഇങ്ങനെ വണ്ടിയിൽ കയറി നിൽക്കാനും അവരെ ഇങ്ങനെ ചെറിയ സഹായം ക്രേറ്റൊക്കെ വലിച്ചു വെച്ച് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അട്ടിയാക്കിയാണ് നമ്മുടെ പ്ലാന്റ്സ് അയക്കുന്നത്. അപ്പോൾ പയ്യന്മാർ ചെടിയൊക്കെ ഇങ്ങനെ അട്ടിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഈ ലോഡ് ഫിനിഷ് ആവുന്നതോടെ ഇന്നത്തെ നഴ്സറി വിശേഷം കഴിയും. അതോടൊപ്പം നമ്മുടെ ഈ വീഡിയോയും ഇത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. ബാക്കി വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.